എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 18-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് റേഷൻ വിതരണം അവസാന 10 ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയറുകൾ നാളെ അവസാനിക്കും. അതേസമയം കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകൾ 21-ാം തീയതി വരെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. റേഷൻ കാർഡ് ഉടമകൾ വില കുറഞ്ഞ സാധനങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ ഉടനെ അത് കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. 1600-ലധികം രൂപ വില വരുന്ന ഭക്ഷ്യ സാധനങ്ങൾ 1169 രൂപക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് പെൻഷൻ ഭൂരിഭാഗം ആളുകൾക്കും വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനിയും എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് പരിശോധിക്കാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ പെൻഷൻ ID നമ്പറോ ആധാർ കാർഡ് നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ വെച്ച് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്പർ അടിച്ചതിന് ശേഷം താഴെയുള്ള കോഡ് കൂടി എൻ്റർ ചെയ്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് പെൻഷൻ വിവരങ്ങൾ വെബ്സൈറ്റിൽ കാണിക്കുന്നതാണ്. എന്നു മുതലാണ് പെൻഷൻ അനുവദിച്ചത്, അവസാനം വിതരണം ചെയ്ത പെൻഷൻ എന്തെങ്കിലും രേഖ സമർപ്പിക്കാത്തതുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് ഈ വെബ്സൈറ്റിലൂടെയാണ്. അപ്പൊ ഈ കാര്യം എല്ലാവരും പരിശോധിക്കുക. പെൻഷൻ ലഭിക്കാത്ത ആളുകൾ പരിശോധിക്കുക. ഇനി ഈ ഏപ്രിൽ മാസത്തിൽ പെൻഷൻ ഉണ്ടാകുമോ എന്നാണ് പല ആളുകളും കമന്റിൽ ചോദിക്കുന്നത്. ഇനി ഈ ഏപ്രിൽ മാസത്തിൽ പെൻഷൻ ഇല്ല. ഇനി മെയ് മാസത്തിൽ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അത് തന്നെ മെയ് അവസാന ആഴ്ചയിലായിരിക്കും, അതായത് 25-ാം തീയതിയോട് കൂടിയിട്ടായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. പെൻഷൻ ലഭിക്കാത്ത ആളുകൾ വെബ്സൈറ്റിൽ ഒന്ന് കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു കുഴപ്പം ഇല്ല എങ്കിൽ പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക. മെഡിക്കൽ PG പ്രവേശനത്തിനുള്ള നീറ്റ് PG 2025 പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 17-ന് 3 മണി മുതൽ മെയ് 7 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ജൂൺ 15-ന് പരീക്ഷ നടത്തും. ജൂലൈ 15-ന് ഫലം പ്രഖ്യാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉടനീളമുള്ള ഏകദേശം 52,000 ബിരുദാനന്തര മെഡിക്കൽ സീറ്റുകൾക്കായി 2.5 ലക്ഷം MBBS വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വാഹന ഉടമകൾക്ക് ആശ്വാസമായി മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഉത്തരവ്. നിയമലംഘനം നടത്തിയതിന് വ്യക്തമായ തെളിവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോയെടുത്ത് അനധികൃതമായി കേസ് കൊടുക്കാൻ പാടില്ലെന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിട്ടു. വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രം കേസെടുക്കാം എന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ചിത്രമെടുത്ത് ലൈസൻസ് ഇല്ല, വാഹന പുക പരിശോധിച്ചിട്ടില്ല തുടങ്ങിയ പേരുകളിൽ കേസെടുക്കരുത് എന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇത്തരം കേസുകൾ എടുത്തത് വകുപ്പിന് മോശം പേരുണ്ടാക്കി എന്നും കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു. കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രം ഫോട്ടോ എടുത്ത് കേസ് കൊടുത്താൽ മതി എന്നാണ് ഉത്തരവിൽ പറയുന്നത്. മാത്രമല്ല, കോണ്ടാക്ട് ഗ്യാരേജ് വാഹനങ്ങളുടെ ലഗേജ് ക്യാരിയറിൽ മാറ്റം വരുത്തിയാൽ കേസെടുക്കേണ്ട എന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ടാക്സി വാഹനങ്ങൾക്ക് ഇങ്ങനെ കേസെടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഈ നിർദ്ദേശം. ആധാർ കാർഡിൽ വൻ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി. ആധാർ വെരിഫിക്കേഷൻ എളുപ്പമാക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് ആധാർ പുറത്തിറക്കിയ സമയത്ത് മന്ത്രി വ്യക്തമാക്കി. QR കോഡുകൾ വഴി UPI പേയ്മെന്റുകൾ നടത്തുന്നത് പോലെ സിമ്പിൾ ആയിരിക്കും ഇനി ആധാർ വഴിയുള്ള ആധാർ വെരിഫിക്കേഷൻ എന്ന് മന്ത്രി പറഞ്ഞു. QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള തൽക്ഷണ വെരിഫിക്കേഷനും പ്രമാണീകരണവും ആണ് ആപ്പിന്റെ ഹൈലൈറ്റ്. തത്സമയ ഫേസ് IDയും ആപ്പിന്റെ പ്രത്യേകതയാണ്. പുതിയ ആപ്പ് പൂർണ്ണമായും സജ്ജമായതോടെ ഫിസിക്കൽ ആധാറുകളും ഫോട്ടോ കോപ്പികളും കൊണ്ടു നടക്കേണ്ട സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കാനാകും. ഒരുപക്ഷെ ആധാർ കാർഡ് പൂർണ്ണമായും ഡിജിറ്റൽ ആയി മാറിയേക്കും എന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഫിസിക്കൽ കാർഡുകൾ വൻതോതിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയും ഇതോടെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. പുതിയ ആപ്പിനെ പറ്റി സമൂഹ മാധ്യമമായ Xൽ മന്ത്രി വാചാലനായി. ഇപ്പോൾ ഒരു ടാബ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ആവശ്യമായ ഡാറ്റകൾ മാത്രം പങ്കിടാൻ കഴിയും. ഇത് അവരുടെ വ്യക്തിഗത വിവരങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നു. പുതിയ ആധാർ ആപ്പ് ബീറ്റ പരിശോധിച്ച ഘട്ടത്തിലാണ് മന്ത്രി ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത്. ഉപയോക്താക്കൾക്ക് ആധാർ സ്കാനിംഗ്, ഫോട്ടോ കോപ്പി എടുക്കൽ തുടങ്ങിയ നടപടികളിൽ നിന്നും
രക്ഷ കൂടിയാണ് പുതിയ ആപ്പ്. ഹോട്ടൽ റിസപ്ഷനുകളിലോ കടകളിലോ യാത്രക്കിടയിലോ ആധാർ കോപ്പി കൈമാറേണ്ട ആവശ്യം ഇതോടെ ഇല്ലാതാകും. ഇത്തരം സാഹചര്യങ്ങളിൽ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ആപ്പിന്റെ വരവോടെ ഇല്ലാതെയാവുകയാണ്. ഉപയോക്താവിന്റെ സമ്മതം കൂടാതെ ആധാർ വിവരങ്ങൾ പങ്കിടാൻ ആപ്പ് അനുവദിക്കില്ല. കൂടാതെ ആവശ്യമായ വിവരങ്ങൾ മാത്രം പങ്കിടാൻ ഇതിലൂടെ കഴിയും. ആധാർ ആപ്പ് ശക്തമായ സ്വകാര്യത ഉറപ്പുവരുത്തും. ആധാർ ഡാറ്റയുടെ ദുരുപയോഗം അല്ലെങ്കിൽ ചോർച്ച നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. അതേസമയം ബീറ്റ ഘട്ടത്തിലുള്ള ആപ്പ് എന്ന് ഔദ്യോഗികമായി പുറത്തിറക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ആപ്പിന്റെ പ്രാധാന്യം കണക്കാക്കുമ്പോൾ അധികം വൈകില്ല എന്നാണ് വിദഗ്ധർ ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ആധാർ ഉപയോഗിച്ച് സേവന വിതരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വകുപ്പുകൾ, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് അധികൃതർ എന്നിവരുമായി ഇക്കഴിഞ്ഞ ദിവസം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI ഒരു യോഗം ചേർന്നിരുന്നു. ഇലക്ട്രോണിക്സ് IT മന്ത്രാലയങ്ങൾ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാശം ന്യൂഡൽഹിയിൽ നടന്ന ആധാർ സംവാദ് എന്ന പരിപാടിയിൽ ഏകദേശം 750 മുതിർന്ന നയരൂപകർത്താക്കൾ, വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ, മേഖലാ നേതാക്കൾ, പ്രൊഫഷണലുകൾ എന്നിവർ പങ്കെടുത്തു. ആദ്യത്തെ അറിയിപ്പ്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വായ്പകളുടെ പലിശ നിരക്കുകൾ 15-ാം തീയതി മുതൽ കുറഞ്ഞു. റിസർവ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച റിപ്പോ നിരക്ക് 6.25 നിന്നും 6% കുറച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് SBI നിരക്ക് കുറച്ചിരിക്കുന്നത്. 15-ാം തീയതി മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. റിപ്പോ ലിങ്ക്ഡ് ലോൺ റേറ്റ് RLLR അനുസരിച്ച് വായ്പകൾക്ക് അനുസരിച്ച് പൊതുവെ 25 അടിസ്ഥാന പോയിന്റ് വീതമാണ് കുറച്ചിരിക്കുന്നത്. ബാങ്കിന്റെ RLLR 8.50% നിന്നും 8.25% കുറച്ചിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷമാണ് വായ്പാ നിരക്കിൽ ഇത്തരമൊരു കുറവ് ലഭിക്കുന്നത്. ഇത് ഭവന, വാഹന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസമേകും. അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കുറയും എന്ന ആശങ്കയും ഉണ്ട്. തിരഞ്ഞെടുത്ത FD നിരക്കുകൾ 10 അടിസ്ഥാന പോയിന്റ് കുറയും. 1 വർഷം മുതൽ 3 വർഷം വരെ കാലയളവ് നിക്ഷേപങ്ങൾക്കാണ് നിരക്കിലെ കുറവ് ഇപ്പോൾ ബാധകമാകുക. സാധാരണക്കാരുടെയും മുതിർന്ന പൗരന്മാരുടെയും നിക്ഷേപങ്ങളെ ഇത് ബാധിക്കും. സാധാരണ നിക്ഷേപകരുടെ 1 വർഷത്തിന് മുകളിൽ 2 വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 6.80% നിന്നും 6.70% കുറച്ചിട്ടുണ്ട്. 2 മുതൽ 3 വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് 7% നിന്നും 6.90% കുറച്ചു. മുതിർന്ന പൗരന്മാർക്ക് 1 വർഷത്തിന് മുകളിലും 2 വർഷത്തിന് താഴെയും കാലയളവിലുള്ള നിക്ഷേപത്തിന് 7.30% നിന്നും 7.20% കുറച്ചു. 2 മുതൽ 3 വർഷത്തിന് ഇടയിലുള്ള നിക്ഷേപങ്ങൾക്ക് 7.50% നിന്നും 7.40% കുറച്ചിട്ടുണ്ട്. സാധാരണ നിക്ഷേപകർക്ക് ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്ന 441 ദിവസത്തെ കാലയളവിലുള്ള അമൃത വൃഷ്ടി നിക്ഷേപത്തിന്റെ പലിശ 20%. 7.25% ഇത് 7.05% മുതിർന്ന പൗരന്മാർക്ക് പലിശ നിരക്ക് 7.75% നിന്നും 7.55% കുറച്ചിട്ടുണ്ട്. SBIയുടെ ATM ഉപയോഗിക്കുന്നതിനുള്ള പുതുക്കിയ ചാർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെ പ്രതിമാസ ബാലൻസ് അക്കൗണ്ടിൽ നിലനിർത്തുന്ന ഉപഭോക്താക്കൾക്ക് SBI ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ATMകളിൽ 5 സൗജന്യ ATM ഇടപാടുകൾ അനുവദിക്കും. മറ്റ് ബാങ്കുകളുടെ ഇടപാടുകളിൽ 3 സൗജന്യ ഇടപാടുകളും അനുവദിക്കും. ശേഷം ഇടപാടിന്റെ രീതിയും ATMനെയും ആശ്രയിച്ച് സൗജന്യ പരിധിക്കപ്പുറമുള്ള ഇടപാടുകൾക്ക് 5 മുതൽ 20 രൂപ വരെ ഈടാക്കും. സൗജന്യ പരിധിക്കപ്പുറമുള്ള ബാങ്കിന്റെ, അതായത് SBIയുടെ തന്നെ ATMൽ നിന്നും പണം പിൻവലിക്കാൻ 10 രൂപ അധികം ഈടാക്കും. സൗജന്യ പരിധി കഴിഞ്ഞ് മറ്റ് ബാങ്കുകളുടെ ATMകൾ ഉപയോഗിക്കുമ്പോൾ ഇടപാടിൽ 20 രൂപ അധികം ഈടാക്കും. അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നതിന് SBI സ്വന്തം ATMകളിൽ നിന്ന് 5 രൂപയും മറ്റ് ബാങ്കുകളുടെ ATMൽ നിന്ന് 8 രൂപയും ഈടാക്കും. ATMലെ രാജ്യാന്തര ഇടപാടുകൾക്ക്
ഇടപാട് തുകയുടെ 3.5% പുറമെ 100 രൂപയും അധികം ഒരാളുടെ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാതിരിക്കുകയും ആ ബാലൻസ് ഇല്ലാത്ത ATM കാർഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നിരസിക്കുകയും ചെയ്താൽ അതിന് 20 രൂപ ഫൈൻ ഈടാക്കും. അപ്പോൾ ഇതാണ് ATMുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാർജ്. ഇനി മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമ്മൾ വിവിധ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SBI അക്കൗണ്ട് ഉള്ള ആളുകൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് എത്രയാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് എന്ന് അന്വേഷിച്ച് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് പിന്നിട്ടു. ഇന്ന് പവന് 840 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 71,360 രൂപയിലെത്തി. 105 രൂപ വർദ്ധിച്ച് 8,920 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.